ഇപ്പൊ കഴിഞ്ഞ ദിവസം തങ്കമ്മച്ചിയുടെ മകൻ വന്ന് വിളിച്ചപ്പം അമ്മ പറഞ്ഞു ഇവിടെ നിന്നും ചുടുകാട്ടിലേക്ക് എത്തുമ്പോൾ അറിയിക്കാം അപ്പൊ വന്നാൽ മതിയെന്ന്. 6ഉം 60ഉം ഒരുപോലെയാന്ന് പറഞ്ഞതുപോലെ തന്നെ ശൈശവത്തിൽ നമ്മൾ പിടിക്കുന്ന ആ ഒരു ചെറിയ ചെറിയ വാശികൾ വാർദ്ധക്യത്തിൽ എത്തുമ്പം ഇവരിലുണ്ടാകും. നമ്മൾ അത് മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പല കുടുംബങ്ങളിലും. ഇത്രയും സപ്പോർട്ട് ഉണ്ടെങ്കിലും ചേച്ചി ഈ സ്നേഹക്കൂടിന്ന് അല്ലെങ്കിൽ സ്നേഹക്കൂടിനകത്തുനിന്ന് അതിന്റെ പേരിൽ പണം പിരിക്കുന്നു, അതിന്റെ പേരിൽ വീട് വെക്കുന്നു, ആ പൈസ കൊണ്ട് ചേച്ചി സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു സംസാരം പുറത്ത് ഇങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ചേച്ചി അതിന്റെ ഒരു സത്യം? ശരിക്കും സ്വന്തം കാലിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പം മൊത്തം ഫുൾ ടൈം ചാരിറ്റി എന്നും പറഞ്ഞിട്ടോ സ്നേഹക്കൂട് നോക്കാനായിട്ടോ മാറ്റി വയ്ക്കാനായിട്ടോ എനിക്ക് ടൈമില്ല. ഞാൻ എൻ്റെ കടകളുണ്ട്, എൻ്റെ സ്റ്റിച്ചിങ് യൂണിറ്റുകളുണ്ട്. ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്. ഞാൻ ഒരു തയ്യൽക്കാരിയിൽ നിന്നും ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് വന്നു. ഫാഷൻ ഡിസൈനിങ്ങിൽ നിന്നും എനിക്ക് സ്റ്റിച്ചിങ് ഷോപ്പുകളും ടെക്സ്റ്റൈൽ യൂണിറ്റുകളും ഒക്കെ ഉണ്ട്. 23ഓളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതുവഴി. അപ്പം അങ്ങനെ എൻ്റെ ജോലിയുടെ ഭാഗം അതിനൊപ്പം തന്നെയാണ് ഞാൻ എൻ്റെ ഈ പ്രവർത്തനങ്ങളും സ്നേഹക്കൂടും ഒക്കെ കൊണ്ടുപോകുന്നത്. സ്നേഹക്കൂടിന്റെ വരുമാനം എങ്ങനെയാണ് എന്ന് സംശയമുള്ളവർക്കുള്ള ഒരു മറുപടിയാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചേച്ചി തന്നെ 23ഓളം പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. പിന്നെ സ്നേഹക്കൂടില് തന്നെ സ്റ്റാഫ് ഉണ്ട്, അവർക്ക് സാലറി കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ ഇപ്പൊ നമുക്കറിയാം, ഒരാള് ഒരു പൈസ കൊണ്ട് തന്നു അല്ലെങ്കിൽ നമുക്ക് സന്തോഷം ആയിക്കോട്ടെ എന്ന് കരുതി തന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഈ പറയുന്ന രീതിയിൽ എല്ലാത്തിനും കൂടെ തികയത്തില്ല. കാരണം നമുക്ക് അന്നദാനം മാത്രം കിട്ടിയതുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഭക്ഷണം വേണം, അവർക്ക് മരുന്ന് വേണം, അവർക്ക് വസ്ത്രം വേണം. പിന്നെ ഒരു 10ഓളം വർഷം വാടക ബിൽഡിങ്ങുകളിൽ കടന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇപ്പം കൊല്ലാടെന്ന സ്ഥലത്തേക്ക് സ്ഥലം മേടിച്ച് ബിൽഡിംഗ് വെച്ച് മാറിയത്. അപ്പം ഇതിന്റെ എല്ലാ കാര്യങ്ങൾക്ക് നമുക്ക് പൈസ വേണം. പൈസ ഇല്ലാതെ ഒന്നിനും പറ്റില്ല. ഭക്ഷണത്തിനായിട്ട് ആളുകൾ പൈസ തരും, പക്ഷെ അവിടെ നിൽക്കുന്ന സേവന പ്രവർത്തകർക്കായിട്ടോ അല്ലെങ്കിൽ അവർക്ക് മെഡിസിൻ മേടിച്ചോ എന്ന് പറഞ്ഞിട്ടോ ആരും തരില്ല. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും മെഡിസിൻസ് ഉള്ളവർ തന്നെയാണ്. അപ്പൊ അതൊരു വലിയ ഭാരിച്ച ചെലവുകൾ. നമുക്ക് സപ്പോർട്ട് മെഡിക്കൽ കെയർ അത് നമുക്ക് ഡോക്ടേഴ്സ് വിസിറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകും, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. അവിടെയൊക്കെയാണ് ട്രീറ്റ്മെന്റ്. അത് ഓരോരുത്തരുടെയും ഇതിനനുസരിച്ചിട്ട് ആരോഗ്യനിലയ്ക്ക് അനുസരിച്ചിട്ട് മന്ത്ലി എല്ലാവർക്കും ചെക്കപ്പും എല്ലാവർക്കും മെഡിസിൻസും ഉണ്ട്. പിന്നെ ഇതിൽ ഒരു ശതമാനം പോലും മെഡിസിൻസ് നമുക്ക് ഈ ഹോസ്പിറ്റലുകളിൽ നിന്ന് കിട്ടാറില്ല. നമ്മൾ ഇത് മുഴുവൻ പുറത്തുനിന്ന് മേടിക്കുവാണ്. ഇവരുടെ ഈ വില കൂടിയ മെഡിസിൻസ് ഫുള്ള് നമ്മൾ പുറത്തുനിന്ന് മേടിക്കാണ്. അപ്പൊ ഇതിനൊക്കെ പൈസ വേണം. ഇതിനൊക്കെ പൈസ വേണമെങ്കിൽ ഒരു ദിവസം സ്നേഹക്കൂട് കഴിഞ്ഞു പോകണമെങ്കിൽ ഒരുപാട് പേരുടെ മുന്നിൽ കൈനീട്ടിയാൽ മാത്രമേ കഴിഞ്ഞു പോകും. ഏകദേശം ഒരു 35,000-40,000 രൂപ വേണം ഒരു ദിവസം സ്നേഹക്കൂട് എന്ന ഞങ്ങളെ വീട് കഴിഞ്ഞു പോകണമെങ്കിൽ. കാരണം സ്റ്റാഫ് ഉൾപ്പെടെ 160ഓളം ആളുകൾക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം കൊടുക്കണം. ഇവരുടെ മെഡിസിൻസ് വേണം. 16ഓളം അച്ഛനമ്മമാർ കിടപ്പിലായവരുണ്ട്. പാലിയേറ്റീവ് വാർഡിൽ 16ഓളം ആളുകളുണ്ട്. ഇവരുടെ ഡയപ്പർ തന്നെ നമുക്ക് ഒരു നല്ല ചെലവാണ്. അവർക്ക് ഡയപ്പർ വേണം. അതുപോലെ സേവന പ്രവർത്തകരുടെ സാലറി, വിറക് മുതൽ ഗ്യാസ് മുതൽ കംപ്ലീറ്റ് സാധനങ്ങൾക്ക് ഇത്രയും പൈസ ഒരു ദിവസം കണ്ടെത്തണമെങ്കിൽ ഒരുപാട് ആളുകളുടെ മുന്നിൽ നമ്മൾ കൈനീട്ടണം. അപ്പം അവിടെ നിന്ന് നമുക്ക് കൈയിട്ട് വാരാൻ പോയിട്ട് നമുക്ക് ഒന്നുമില്ല. നമ്മൾ കഷ്ടപ്പെടുന്നതിനകത്ത് നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോഴാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാനൊരു വീട് വയ്ക്കുകയും എനിക്ക് എൻ്റെ കടകള്, എനിക്കുള്ള എൻ്റെ അസറ്റുകൾ അല്ലെ എൻ്റെതും എൻ്റെ ഹസ്ബൻഡിൻ്റെതുമായിട്ടുള്ള എന്ത് അസറ്റുകളുണ്ടോ അത് മുഴുവൻ ഞങ്ങളുടെ കാലശേഷം സ്നേഹക്കൂട് അഭയമന്ദിരത്തിന് ഞങ്ങൾ ഇപ്പം തന്നെ വില്ലെഴുതി വെച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ അച്ഛൻ KSRTCയിലായിരുന്നത് കൊണ്ട് അമ്മയ്ക്ക് അച്ഛൻ്റെ പെൻഷൻ കിട്ടുന്നതുകൊണ്ട് അമ്മയ്ക്ക് മരുന്ന് മേടിക്കാനും അമ്മയുടെ കാര്യങ്ങൾക്കും അമ്മയ്ക്ക് പൈസയുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് ഒരു ആർമി പട്ടാളക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് ജീവിക്കാനുള്ളത് അദ്ദേഹത്തിനും പെൻഷനുണ്ട്. എനിക്ക് ജീവിക്കാനുള്ളത് ഞാൻ സമ്പാദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഞങ്ങളുടെ പൈസകൾ അങ്ങോട്ട് മുടക്കുന്നതല്ലാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാൻ ഞങ്ങൾക്കൊന്നും കിട്ടാറില്ല. ഇപ്പൊ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയ എന്തൊക്കെ നമുക്കുണ്ടോ അത് മുഴുവൻ ഞങ്ങൾ സ്നേഹക്കൂട് എന്ന ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. നിഷ ചേച്ചി കഴിഞ്ഞാൽ സ്നേഹക്കൂട് ആര് എന്ന് അതൊരു ഭയങ്കര വിഷമമുള്ള ഒരു അവസ്ഥയാണ്. നമ്മളിപ്പം നടത്തിക്കൊണ്ട് പോകുന്ന രീതിയിൽ നടത്താൻ പറ്റുന്ന ആരാണ് നെക്സ്റ്റ് എന്നുള്ളത് നമുക്കറിയില്ല. എന്താണെങ്കിലും സ്നേഹക്കൂടിൽ ഇപ്പം നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവരാകാം. അതിന്റെ ചിലപ്പം ഇനി ആരെങ്കിലും പുതുതായിട്ട് സ്നേഹക്കൂട് ഏറ്റെടുക്കാൻ വരാം. സ്നേഹത്തോടെ അതെ, നമ്മളെ ചേർത്ത് പിടിക്കണം. ഇന്ന് നമുക്കറിയാം എല്ലാം കച്ചവടങ്ങളായിട്ട്, ഇപ്പൊ ചാരിറ്റി മേഖലയിലാണെങ്കിലും എന്ത് മേഖലയിലാണെങ്കിലും എല്ലാം കച്ചവടമായിട്ട് കാണുന്ന ഒരു സാഹചര്യത്തില് മനസ്സോടുകൂടി ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. കുറച്ചു പേർ എന്തെങ്കിലും കാണിക്കുന്നതിന്റെ പേരിൽ നല്ല രീതിയിൽ നടത്തുന്നവരെ കൂടി
ഒരു മോശം പേര് കേൾക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. കൊട്ടാരക്കരയിലെ തീർച്ചയായിട്ടും ഉദാഹരണം സ്നേഹക്കൂടിന്റെ ആ പേരുമായിട്ട് സാദൃശ്യമുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരില് നമ്മുടെ കോട്ടയത്തെ സ്നേഹക്കൂട് അതുപോലെയാണോ, അല്ലെങ്കിൽ അവിടുത്തെ അച്ഛനമ്മമാരെ ഉപദ്രവിക്കുന്നുണ്ടോ, അവിടുത്തെ വീഡിയോകൾ എടുത്ത് ഈ ചേച്ചി വിറ്റ്, അതായത് അവരുടെ മോശസ്ഥിതി പുറത്ത് കാണിച്ച് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു സിമ്പതി പറ്റി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന രീതിയിൽ ചേച്ചിക്ക് ഒരുപാട് എൻക്വയറികളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൊട്ടാരക്കരയിൽ നമ്മുടെ പേരിനോട് സാദൃശ്യമുള്ള ഒരു സ്ഥാപനമാണ്. പക്ഷെ ആ സ്ഥാപനത്തിൽ അവിടെ നടക്കുന്ന പ്രവർത്തികളാണ് പുറത്തേക്ക് കണ്ടത്. അതിലൊക്കെ എത്രമാത്രം സത്യാവസ്ഥയാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് സ്നേഹക്കൂടം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ നമ്മുടെ ഈ കൊല്ലാട് പ്രവർത്തിക്കുന്ന സ്ഥാപനം മാത്രമേ ഉള്ളൂ. അവിടെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്താൽ, അവിടുത്തെ അച്ഛനമ്മമാരുമായിട്ട് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ കിട്ടുന്ന സുഖം എന്താണെന്ന്. അവരാണത് പറയേണ്ടത്, നമ്മളല്ല പറയേണ്ടത്. അവിടെ കിട്ടുന്ന സുഖം എന്താണെന്ന്. ദയനീയത ഒരിടത്തും വിൽക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല. ഞങ്ങൾ മാക്സിമം അവിടെ സന്തോഷവും അടിപൊളിയും ഒക്കെ ആയിട്ടാണ് ഓരോ ദിവസവും. അപ്പം അതെ, ഡാൻസ് ആയിട്ടും അതെ അതെ. ഇപ്പം ഓരോ ഫംഗ്ഷൻ വരുമ്പോ, ഇപ്പൊ ഓണം ആണെങ്കിൽ തിരുവാതിര ഉണ്ടാവും, ക്രിസ്മസ് ആണെങ്കിൽ അവിടെ മാർഗംകളിയോ എന്ത് പരിപാടിയാണെങ്കിലും നമുക്കത് അവരുടെ സന്തോഷമാണ്. അതുപോലെ തന്നെ സ്നേഹക്കൂട് ഒരു മതേതര കൂട്ടുകുടുംബമാണ്. എല്ലാ മതസ്ഥരും സ്നേഹക്കൂട്ടിലുണ്ട്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിംസ് ആയിട്ടുള്ള എല്ലാ സ്നേഹക്കൂട്ടിലുണ്ട്. അവിടെ നമുക്ക് ഈ ഒരു പ്രത്യേക പ്രാർത്ഥനകളില്ല. അവര് ഏത് മതത്തിൽ ജീവിക്കുന്നു, അവര് ഏത് ഇതിൽ വിശ്വസിക്കുന്നു, അതേ രീതിയിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ അവിടെ അവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടച്ചുപൂട്ടലുകളില്ല. അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള സമയം TV കാണാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്താണ് പറയുന്നത്, ഒരു ഹോസ്റ്റൽ റൂൾ ഇല്ല ഒരിടത്തും. ഈ മിക്ക സ്ഥലങ്ങളിലും നമ്മൾ കാണുന്ന ഒരു ദയനീയത, പാത്രവുമായിട്ട് ജയിലിലെ പോലെ ഇങ്ങനെ ക്യൂ നിന്നിട്ട് ഭക്ഷണം മേടിക്കുന്ന ഒരു ഇത് സാഹചര്യം നമ്മൾ പലയിടത്തും കാണാറുണ്ട്. പക്ഷെ ആ സിസ്റ്റത്തിനെയൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ട് നമ്മൾ വളരെ സന്തോഷം നിറഞ്ഞ രീതിയിലാണ് അവരെ കെയർ ചെയ്യുന്നതും അവരെ നോക്കുന്നതും. അപ്പം അവര് തന്നെയാണ് അതിന് മറുപടി പറയുന്നത്. അവിടെ സന്തോഷമാണോ, എന്താണ് അവസ്ഥ എന്നുള്ളത് അവര് തന്നെയാണ് മറുപടി പറയുന്നത്. ഇനിയിപ്പം ചേച്ചിക്ക് ഭാവിയില് നമ്മുടെ സ്നേഹക്കൂട് ഇപ്പം കോട്ടയം അല്ലാതെ പുറത്തോട്ട് ഇങ്ങനെ ബ്രാഞ്ച് അല്ല, ഒരു ഇതുപോലെ ഒരു തണൽ, ഒരു വീട് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം തൃശ്ശൂരും തിരുവനന്തപുരത്തും ഒക്കെ വീടും സ്ഥലവും ഒക്കെ നമുക്ക് തരാവുന്ന ആളുകൾ പറഞ്ഞതാണ് അവിടെ സ്ഥാപനം നടത്താനായിട്ട്. പക്ഷെ ഈ ബ്രാഞ്ചുകൾ ഇട്ട് ഓടി നടക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഉള്ള ആൾക്കാരെ നല്ല രീതിയിൽ സംരക്ഷിക്കുക, അവർക്ക് വേണ്ട പരിചരണം കൊടുത്ത് ഒരു സ്ഥാപനം മതി അവരെ നല്ല രീതിയിൽ പരിചരിക്കുക. പിന്നെ ഇപ്പം നമ്മുടെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ പ്രോജക്റ്റുകളായിട്ടുള്ള സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള എന്ന് വെച്ചാൽ മെന്റലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സംരക്ഷിച്ച് അവരെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന് തിരികെ വീട്ടുകളുമായിട്ട് യോജിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ 9ഓളം പദ്ധതികൾ സ്നേഹക്കൂടിന്റെ പേരിൽ തുടങ്ങിയിട്ടുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അല്ലാതെ ഇനിയിപ്പോ പുതിയ നമ്മുടെ ഫ്യൂച്ചർ പ്ലാനുകളാണ്. 100% ഒരു പൈസ പോലും മേടിക്കാതെ 100% സൗജന്യ ഡയാലിസിസ് സെന്റർ എന്റെ മനസ്സിലൊരു സ്വപ്നമാണ്. അതിന്റെ പ്രോജക്റ്റുകൾ ഞങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് ഇതുപോലെ സൈക്കോ സോഷ്യൽ നമ്മുടെ ശരിക്കും എനിക്കിത് ആദ്യം നിങ്ങളുമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാനിത് ഡിസ്കസ് ചെയ്യുന്നെന്ന് തോന്നുന്നു. സൈക്കോ സോഷ്യൽ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കണ്ടെത്തി, തെരുവുകളിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ കിടപ്പുണ്ട്. അപ്പൊ അവരെ കണ്ടെത്തി അവരെ തിരികെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ഉള്ള ഒരു ശ്രമം നടത്താനുള്ള സൈക്കോ സോഷ്യൽ സ്ഥാപനങ്ങളുടെ അത് നമ്മുടെ ഒരു ഫ്യൂച്ചർ ഉള്ള ഒരു പ്ലാനാണ്. പിന്നെ ഒരു ജെറിയാട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജെറിയാട്രിക് കോഴ്സുകൾ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അതുമൊക്കെ നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് സാധിച്ചാൽ സ്നേഹക്കൂടിനും ഒരുപാട് ആളുകൾക്കും ശരിക്കും അത് പ്രയോജനപ്പെടുന്ന പദ്ധതികളാണ്. എന്റെ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കാം, പ്രായമുള്ള ആൾക്കാരാണല്ലോ അവിടെ ഉള്ളത്, ഇവര് തമ്മിൽ അടി? തീർച്ചയായിട്ടും ഇവര് തമ്മിൽ വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഒരിക്കലും നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല. കാര്യം പറഞ്ഞ് ഇവര് തമ്മിൽ വഴക്കുണ്ടായിട്ട് നമ്മൾ ഇടപെട്ടിട്ട് നമ്മൾ അങ്ങോട്ട് മാറുന്നതിന് മുൻപ് ഇവർ കൂട്ടായി. കാരണം പ്രായമായവരാണ്, അവർക്ക് ആ ഒരു വൈരാഗ്യം ഒന്നും മനസ്സിൽ വെക്കാൻ അറിയത്തില്ല. 6ഉം 60ഉം ഒരുപോലെയാന്ന് പറഞ്ഞതുപോലെ തന്നെ ശൈശവത്തിൽ നമ്മൾ പിടിക്കുന്ന ആ ഒരു ചെറിയ ചെറിയ വാശികൾ വാർദ്ധക്യത്തിൽ എത്തുമ്പം ഇവരിലുണ്ടാകും. നമ്മളത് മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പല കുടുംബങ്ങളിലും. ഇടപെടേണ്ടി വന്നിട്ടില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ സോൾവ് ആയിട്ടുണ്ട്. അതൊന്നും ഒരു വലിയൊരു ഇഷ്യൂവിലേക്ക് എത്തുന്ന ഒരു കാര്യങ്ങളും വന്നിട്ടില്ല. വീണ്ടും സമാധാനമുള്ള അസ്വസ്ഥതയുള്ള കുടുംബം. അതാണ്
അത് നമുക്ക് മനസ്സിലാക്കി. ഇപ്പൊ പല കുടുംബങ്ങളിൽ നിന്നും അച്ഛനമ്മമാര് പുറത്താകുന്നതിന്റെ മെയിൻ കാര്യം നമ്മളെ മക്കള് നമ്മളെ എങ്ങനെ നമ്മുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ വളർത്തിക്കൊണ്ട് വന്നു. നമ്മൾ കുഞ്ഞുനാളില് നമ്മളെ ശാസിച്ചും അല്ലെങ്കിൽ നമ്മൾ ആ കാണിക്കുന്ന കുസൃതികളൊക്കെ എൻജോയ് ചെയ്തിട്ടാണല്ലോ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പൊ പ്രായമാകുമ്പോൾ ശരിക്കും അതേ സ്റ്റേജിലേക്ക് നമ്മൾ തിരിച്ചു നടക്കുകയാണ്. പ്രായമാകുമ്പം അവർക്ക് പിടിവാശികൾ കാണും, അവർക്ക് ദേഷ്യം കാണും. അപ്പൊ അതിന് ആ രീതിയിൽ ഉൾക്കൊള്ളാൻ മക്കൾക്ക് തയ്യാറായാൽ പല കുടുംബങ്ങളിൽ നിന്നും പ്രശ്നങ്ങൾ ഒഴിവാകും. അച്ഛനമ്മമാർ അവിടെ തന്നെ സംരക്ഷിക്കപ്പെടും. നമ്മുടെ സ്നേഹക്കൂടിലുള്ള അച്ഛനമ്മമാരെ തിരക്കി മക്കള് വരാറുണ്ടോ? വളരെ ചുരുക്കം. ഇപ്പൊ 123 അച്ഛനമ്മമാരുണ്ടെങ്കിൽ ഒരു 5-10 ആളുകളുടെ മാത്രം ആളുകൾ എത്താറുണ്ട്. പക്ഷെ തിരിച്ചു കൊണ്ടുപോകാൻ തയ്യാറായാൽ പോലും അവര് പോകത്തില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തങ്കമ്മച്ചിയുടെ മകൻ വന്ന് വിളിച്ചപ്പോ അമ്മ പറഞ്ഞു, ഇവിടെ നിന്നും ചുടുകാട്ടിലേക്ക് എത്തുമ്പോൾ അറിയിക്കാം, അപ്പൊ വന്നാൽ മതിയെന്ന്. കാരണം അതെ അവരിവിടെ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ 70കളിലും 80കളിലും 90കളിലും ഒക്കെ റീൽസിൽ അഭിനയിക്കാൻ പറ്റുന്നത് ഭാഗ്യമാണ്. വേണ്ടെന്നും പറഞ്ഞ് കുപ്പത്തെട്ടിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞ ഈ അച്ഛനമ്മമാരെ തേച്ച് മിനുക്കി മാണിക്യങ്ങളാക്കിയിട്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നമ്മൾ കൊണ്ടുവരുവാണ്. അവരിപ്പം റിപ്പോർട്ടർ ചാനലിൽ 24 ഉൾപ്പെടെ ഒരുപാട് ചാനലുകളിൽ അവർ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നത്. അവരിപ്പോ സെലിബ്രിറ്റികളാണ്. അപ്പം അവരുടെ മക്കൾക്ക് ശരിക്കും നാണക്കേടാണ് ഇത് കാണുമ്പോൾ. എന്തോരെ കഴിവുള്ള എന്റെ അച്ഛനെയും അമ്മയെയും ഞാൻ തള്ളിക്കളഞ്ഞു എന്ന് തോന്നുന്ന രീതിയിൽ ഞാൻ ഇറക്കി വിട്ട എന്റെ അച്ഛനും അമ്മയാണ് ഇന്ന് സെലിബ്രിറ്റികളായിട്ട് ടിവിയിൽ ഇരുന്ന് മക്കൾ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വിളിക്കാറുണ്ട് തീർച്ചയായിട്ടും അച്ഛനും മക്കളെ. തീർച്ചയായിട്ടും അപ്പം അമ്മയോട് ചോദിക്കും, അമ്മയെ പോകാൻ താല്പര്യമുണ്ടോ? അപ്പോഴാണോ ഇവരിങ്ങനെ? അതെ ഞാനിങ്ങനെ നമുക്ക് കഴിയുന്നതും മക്കളുടെ ഒപ്പം അച്ഛനമ്മമാര് താമസിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എനിക്ക് ഈ സ്ഥാപനങ്ങളുടെ എണ്ണം കൂട്ടാനും താല്പര്യമില്ല, ഉള്ള സ്ഥാപനത്തിൽ ആളെ ഇടിച്ച് കൂട്ടാനും താല്പര്യമില്ല. ഒരു ദിവസം സ്നേഹക്കൂട്ടിലേക്ക് വരുന്ന കോളുകൾ ഒരുപാടാണ് അഡ്മിഷൻ ചോദിച്ചു വരുന്നത്. പക്ഷെ നമുക്ക് ഇടയില്ല, സാഹചര്യമില്ല. അപ്പൊ മക്കള് സന്തോഷത്തോടു കൂടി തിരിച്ചു കൊണ്ടുപോകാൻ വന്നാൽ സന്തോഷത്തോടു കൂടി അവരെ യാത്ര അയക്കാനാണ് നമ്മൾ തയ്യാറാകുന്നത്. പക്ഷെ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം നമ്മുടെ അച്ഛനമ്മമാര് പോകാൻ തയ്യാറാകുന്നില്ല. അതാണ് പ്രശ്നം. ചേച്ചിക്ക് അല്ലെങ്കിൽ ഈ സ്നേഹക്കൂട്ടിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അച്ഛനമ്മമാരും അവിടെ തുടരണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഒരു സ്ഥാപനം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എന്ന് വരുത്തി തീർക്കാനും അത് സ്വാഭാവികമായിട്ടും. ഞാൻ അപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ നെഗറ്റീവ്സ് വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. ആദ്യം നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകുന്ന സംഭവങ്ങളുണ്ട്. ആ കാലം കഴിഞ്ഞു. ഇപ്പം നെഗറ്റീവ്സ് വേണം. നെഗറ്റീവ് വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നമുക്ക് കുറച്ചുകൂടി പ്രവർത്തിക്കാനും പറ്റുള്ളൂ. നമ്മളെ അറിയുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും ഒരുപാട് തീർച്ചയായിട്ടും ചേച്ചിക്ക് ചുറ്റും ഇങ്ങനെ എന്താണ് ഓരോ തൂണ് പോലെ ചേച്ചിയുടെ ചുറ്റും ഉണ്ട്. ഈ നെഗറ്റീവ് പറയുന്നവരോട് നമ്മൾ പറയാറുണ്ട്, നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും സ്നേഹക്കൂട്ടിൽ എത്തുക, നമ്മുടെ അച്ഛനമ്മമാരുമായിട്ട് 10 മിനിറ്റ് ചെലവഴിക്കുക. അതിനുശേഷം അവിടെ കണ്ടത് എന്താണെന്ന് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ആളുകളുടെ അടുത്ത് പറയുക. നമ്മളുണ്ടാക്കി പറയണ്ട. നിങ്ങൾ അവരുമായിട്ട് വന്ന് കണ്ട് അവരുമായിട്ട് സംസാരിച്ച ശേഷം നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങളുടെ അഭിപ്രായം. നമുക്ക് പ്രശ്നമില്ല. ഒരിക്കലും സ്നേഹക്കൂടിനെ കാണാത്തവര് എവിടെയോ ഇരുന്ന് പറയുന്ന വാക്കുകൾ കേട്ടിട്ട് വിഷമിക്കാനുള്ളതല്ല നമുക്ക്. അവരത് പറഞ്ഞോട്ടെ, നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സൈബർ അറ്റാക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇല്ല അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. സൈബർ അറ്റാക്ക് നേരിടുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളില്ല. അവർക്ക് 99% പോസിറ്റീവായിട്ട് തന്നെയാണ് എന്നെ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിലുള്ള 1% ഞാൻ പറഞ്ഞില്ലേ, മനഃപൂർവ്വം ഒരു ഫേക്ക് ഐഡിയിൽ നിന്ന് വന്നിരുന്നിട്ട് നമ്മളെ ചീത്ത വിളിച്ചിട്ട് പോയാല് നമുക്ക് അവരവരുടെ സമയം അങ്ങനെ കളയട്ടെ. അത് കേൾക്കാനോ നോക്കാനോ നമുക്ക് സമയമില്ല. നമ്മൾ നമ്മുടെ അടുത്ത് സന്തോഷമുള്ള 2 റീലെടുത്ത് അങ്ങോട്ട് ഇടും. അത് ഈ പറയുന്നവരൊക്കെ നമ്മുടെ അച്ഛനമ്മമാരെ സന്തോഷിക്കുന്ന ഒരു റീലിനടി പോലും കമന്റ് ചെയ്യാത്തവര് നമുക്കെതിരെ നെഗറ്റീവ് പറയാനിരിക്കുമ്പോൾ നമ്മൾ സമയം വെറുതെ കളയാനില്ല എന്നാണ് അവരോട് പറയാനുള്ളത്. പിന്നെ അവരുടെ ഈ നെഗറ്റീവ് കൊണ്ടാണ് നമ്മൾ ഉയർന്നു പോകുന്നതെന്നും വളരെ വലിയൊരു കാര്യമാണ്. പറയാൻ വേണമെങ്കിൽ പ്രായമായവരെ അവള് ഡാൻസ് കളിപ്പിക്കുന്നല്ല, തീർച്ചയായും അത് ഞാൻ കേൾക്കാറുള്ള കാര്യമാണ് കേട്ടോ. 90കളും 95 വയസ്സുള്ള അച്ഛനമ്മമാരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുമ്പോഴും അവരെ എൻജോയ്മെന്റ് ചെയ്യിപ്പിക്കുമ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. ഇത്രയും പ്രായമുള്ള ആൾക്കാരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നു. അപ്പം ഞാൻ അതൊരു അച്ഛനമ്മമാരെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞങ്ങളൊരു വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു. അവര് പറയുന്നു, ഞങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന രീതിയിൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമാണിത്. ഞങ്ങളെ ഒരാൾ ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ പെർഫോം ചെയ്യാൻ സാധിക്കില്ല. അത് അവര് തന്നെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. അവിടെ ഇപ്പൊ ഏറ്റവും പ്രായം കൂടിയ ആള് എത്ര വയസ്സുള്ളവരാ? 102 വയസ്സുള്ള ഒരു അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്, ലക്ഷ്മി അമ്മ മരിച്ചു.
ഇപ്പം നമുക്ക് 98 വയസ്സുള്ള ഒരു അച്ഛനാണുള്ളത്. 90കളിൽ കഴിഞ്ഞ 12ഓളം പേര് അവിടെ ഉണ്ട്. 90കളിലൊക്കെ ജീവിച്ചിരിക്കാൻ പറ്റുന്നത് ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെ അപൂർവമാണ്. അത് വളരെ അവരുടെ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, വാർദ്ധക്യം നമുക്കൊരു ആഘോഷമാക്കാം. വാർദ്ധക്യം നമുക്കൊരു ആഘോഷമാക്കാം എന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വേണ്ടി ഞങ്ങളവിടെ സ്നേഹക്കൂട്ടില് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളവിടെ വാർദ്ധക്യം ആഘോഷമാക്കുക തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇവരെ ഒരിക്കൽ പോലും ഗുരുവായൂരമ്പലം കണ്ടിട്ടില്ലാത്ത ഒരുപാട് അച്ഛനമ്മമാരായിട്ട് നമ്മൾ ഗുരുവായൂരമ്പലം തൊഴാനായിട്ട് പോയി. തിയേറ്റർ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ, 15ഓളം സിനിമകൾ സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാർ. എന്നുള്ള ലേറ്റസ്റ്റ് പടം നമ്മൾ പലരും കണ്ടിട്ട് കാണത്തില്ല. ചേച്ചി അവിടെയുള്ള അച്ഛനമ്മമാരെ കൊണ്ട് ചേച്ചി കൊണ്ടേ കാണിച്ചു. അതായത് തിയേറ്ററിൽ ചെന്ന് അഭിലാഷ് പിള്ളയുടെ ഒപ്പം നിൽക്കുന്ന ഒരു, അത് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ അവരുടെ സന്തോഷം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. തിയേറ്ററിൽ ചെന്ന് കൈകൊട്ടുന്നു, പാട്ട് പാടുന്നു, ഡാൻസും കളിക്കുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടില് നമ്മുടെ അച്ഛനും അമ്മേനെയും കൊണ്ട് തിയേറ്ററിൽ എത്ര പേര് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേർക്ക് കൊണ്ടുപോകാൻ മനസ്സുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് ചേച്ചി അവിടെയുള്ള അത്രയും ആൾക്കാർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. അവിടെ ഇപ്പം 90 വയസ്സായവർന്നോ അല്ലെങ്കിൽ 60 വയസ്സായെന്നോ അങ്ങനത്തെ ഒരു വേർതിരിവും ഒന്നുമില്ല. വീൽ ചെയറിൽ ഇരുത്തി വരെ നമ്മൾ തിയേറ്ററിൽ കൊണ്ടുപോകും. അവർക്ക് സിനിമ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ 90 95 ആയെങ്കിലും വീൽ ചെയറിൽ ഇരുത്തിട്ടാണല്ലോ നമ്മൾ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് അവരെ മലരിക്കൽ കൊണ്ടുപോയി. ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം ലുലു മാളിൽ കൊണ്ടുപോയി, എറണാകുളം ലുലു കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ മെട്രോയിൽ കയറി. ഇനിയിപ്പോ അടുത്ത ഒരു സ്വപ്നം ഇവരെ കൊണ്ട് ഒരു ഫ്ലൈറ്റ് യാത്ര നടത്തണം എന്നുള്ളതാണ് ഒരാഗ്രഹം. അതിനും സാധിക്കട്ടെ. ചേച്ചിക്ക് ഫ്ലൈറ്റ് യാത്ര നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന സുമനസുകൾ സഹായിച്ചാൽ നമ്മുടെ കുറച്ച് അച്ഛനമ്മമാർക്ക് ഫ്ലൈറ്റിൽ കയറാനുള്ള പറക്കാനുള്ള ഒരു അവസരം കിട്ടും. ചേച്ചി കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ പപ്പ എന്ന് വിളിക്കുന്ന ഒരു അച്ഛനെ കാണാൻ വേണ്ടി വയ്യാതിരുന്ന ഒരു മോൻ വന്നല്ലോ. അത് അതെങ്ങനെയാ അവിടുത്തെ അച്ഛൻ? അതെന്താണ് ചേച്ചി സംഭവിച്ചത്? ആ ചേട്ടന് മേലാത്തതാണോ? ഈ തൃക്കോതമംഗലത്ത് നിന്നാണ് നമ്മൾ ഈ അച്ഛനെയും അമ്മയെയും ഏറ്റെടുക്കുന്നത്. ഒരു അച്ഛനെയും അമ്മയും വീട്ടിൽ ആരും നോക്കാനില്ലാത്തൊരു സാഹചര്യത്തിൽ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ വിളിച്ചറിയിച്ചിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത്. അപ്പം ആ അച്ഛനും അമ്മയ്ക്കും മാനസികമായിട്ട് സുഖമില്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പൊ അമ്മയുടെ അച്ഛന്റെയും മോൻ വേറൊരു ഓർഫനേജില്, ഇതുപോലെ സൈക്കോ സോഷ്യൽ ഓർഫനേജിൽ താമസിക്കുകയായിരുന്നു. മാനസികമായിട്ട് തന്നെ അവർക്കെല്ലാം ഫാമിലിയോടെ മൊത്തത്തിൽ എല്ലാവർക്കും തന്നെ സുഖമില്ലാത്തൊരു സാഹചര്യമായിരുന്നു. അച്ഛനെയും അമ്മേനെയും ഇവിടെ കൊണ്ടുവന്നു. അമ്മേനെ എടുത്തുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. 1 വർഷത്തോളം അമ്മ ജീവിച്ചു. അതിനുശേഷം അമ്മ നമ്മളെ വിട്ടുപോയി. പിന്നീട് പപ്പ മാത്രം, ഞങ്ങൾ പപ്പ എന്നാണ് വിളിക്കുന്നത്, പപ്പ മാത്രമായി. അപ്പൊ പപ്പയെ കാണാനായിട്ട് മറ്റേ സ്ഥാപനത്തിൽ നിന്ന് അവിടുത്തെ അച്ഛൻ മോനെയായിട്ട് സ്നേഹക്കൂട്ടിലെത്തി. അപ്പം ആ കണ്ട ഒരു വളരെ വൈകാരികമായിട്ടുള്ള ഒരു നിമിഷങ്ങളാണത്. ഒരു അച്ഛന്റെയും മകന്റെയും കണ്ടുമുട്ടൽ. പക്ഷെ പപ്പ മോനെ തിരിച്ചറിയുകയും മോനോട് സംസാരിക്കുകയും ചെയ്ത രീതി, പപ്പായ്ക്കും സുഖമില്ലാത്തത് കൊണ്ട് എത്രത്തോളം മനസ്സിൽ ഫീൽ ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പം നമ്മളിവിടെ വന്ന് പപ്പയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തോ? നമ്മൾ പപ്പയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. എങ്കിലും ആ മോനെ കണ്ടപ്പോ എത്രത്തോളം മനസ്സിൽ പപ്പായ്ക്ക് ഫീൽ ചെയ്യുന്നുള്ള ഒരു പറ്റി നമുക്കൊരു ധാരണയില്ല. ആ സീൻ കണ്ടപ്പം ശരിക്കും അവർ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ഇതായിപ്പോ. ചോറ് വാരി കൊടുക്കുക. അതെ, ചോറ് വാരി കൊടുക്കുന്നു. മോൻ ആരോഗ്യവാനായിട്ടാണ് ഇരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം അവരെ ഒരുമിപ്പിക്കണം എന്ന് ഒരുപാട് ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇനി അതിനു വേണ്ടിയിട്ടൊരു ചെറിയ ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. ഒന്നെങ്കിൽ പപ്പയെ അവിടേക്ക് ആക്കാനായിട്ടുള്ള ഒരു തീരുമാനം നമ്മൾ നോക്കുന്നുണ്ട്. ഒരുമിച്ച് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ചെയ്തുകൊണ്ട് എല്ലാം ഒരുക്കണമല്ലോ. ബാക്കി ജോലി എല്ലാം വേണമല്ലോ. എത്ര വയസ്സോ? പപ്പയ്ക്ക് 10-75 വയസ്സ് കാണും. അങ്ങനെ ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളാണ്. അതെ. ചേച്ചിയുടെ സ്നേഹക്കൂടിൽ ഇങ്ങനെ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം എന്താണ് ചേച്ചിക്ക് ഇനി എന്താണ് പറയാനുള്ളത്? വിമർശനങ്ങളോട് നമുക്ക് പറയാനൊന്നുമില്ല. വിമർശകരുള്ളത് കൊണ്ടാണ് നമുക്ക് വളരാൻ സാധിക്കുന്നത്. വിമർശകരെ നിങ്ങൾ തുടരൂ, ഞങ്ങൾ വളരട്ടെ എന്ന് നമുക്ക് പറയാല്ലേ. നിങ്ങൾ തുടരൂ, ഞങ്ങൾ വളരട്ടെ. അതെ, കല്ലെറിയൂ. നമുക്കതില് വലിയൊരു സന്തോഷമായിട്ട് നമുക്ക് വളർന്നു പോകട്ടെ. പിന്നെ ഒരുപാട് നമ്മളൊരിക്കലും ഈ ഒരു സ്നേഹക്കൂടം എന്നൊരു കൂട്ടുകുടുംബം വലുതാകാൻ ആഗ്രഹിക്കുന്നില്ല. അച്ഛനമ്മമാര് പുറത്താകാതിരിക്കട്ടെ, അവരുടെ മക്കൾ അവരെ സംരക്ഷിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ശരിക്കും അനാഥാലയങ്ങൾ ഇല്ലാത്ത നല്ലൊരു കേരളമാണ് നമ്മുടെ സ്വപ്നം. ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണെങ്കിൽ പോലും അതാണ് നമ്മുടെ സ്വപ്നം. അതുകൊണ്ട് സ്ഥാപനം വളരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അമ്മയൊക്കെ ഉള്ളവര് അങ്ങനെയുള്ളവര് വിളിക്കുമോ ചേച്ചി? അതായത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ജോലിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇല്ല, അപ്പൊ നിങ്ങൾ നോക്കണം, അങ്ങനെ അപ്രോച്ച് ചെയ്ത്
പറയുന്ന കേസ് ഇഷ്ടംപോലെ വരാറുണ്ട്. അത് നമ്മൾ അതേ രീതിയിൽ തന്നെ പറഞ്ഞ് സ്നേഹത്തോടു കൂടി വിടും. കാരണം പിന്നെ ചില സാഹചര്യങ്ങളാൽ നമുക്ക് മക്കൾക്ക് ഇപ്പം വയ്യാത്തൊരു സാഹചര്യത്തിൽ അമ്മയോ അച്ഛനോ നോക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് എടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു 4-5ഓളം പേര് സ്നേഹക്കൂട്ടിലുണ്ട്. അപ്പം മക്കൾക്ക് സുഖമില്ലാതെ ട്രീറ്റ്മെന്റിലൊക്കെ കഴിയുന്നു, അച്ഛനും അമ്മയും ഒക്കെ നോക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമ്മളത് അവരെ ഉൾക്കൊള്ളാൻ തയ്യാറാകും. അല്ലാതെ സാമ്പത്തിക ശേഷി ഉണ്ട്, അല്ലെങ്കിൽ ഇനി സാമ്പത്തികം വേണമെന്നില്ല, നമ്മുടെ അച്ഛനെയും അമ്മേനെയും സംരക്ഷിക്കാൻ നമുക്ക് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു ആ സാഹചര്യത്തിൽ അവർ അഡ്ജസ്റ്റ് ആവുമല്ലോ. മനഃപൂർവ്വം പുറത്താക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെതിരെ പ്രതികരിക്കാറ് തന്നെയുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഒരു സ്നേഹക്കൂട്ടില് ഒരു ഇല്ല, ഒരു അവസരമില്ല അവരെ നമ്മൾ കൈയോടെ മാറ്റുന്നതാണ്, സ്നേഹത്തോടെ പറഞ്ഞ് അവരെ മാറ്റുന്നതാണ്. പിന്നെ ഈ നമ്മുടെ റീൽസുകളും സോഷ്യൽ മീഡിയയിലെ ഇവരുടെ സന്തോഷങ്ങളൊക്കെ കണ്ടിട്ട് ഒരു കുഴപ്പമില്ലാതെ മക്കളുമായിട്ട് അടിപൊളിയായിട്ട് താമസിക്കുന്ന അച്ഛനമ്മമാർ ഇഷ്ടംപോലെ കോൾ ചെയ്യാറുണ്ട്. ഇവിടെ തനിച്ചാണ്, മക്കൾ ജോലിക്ക് പോയി കഴിയുമ്പോൾ ആരുമില്ല, ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ച് വിളിക്കാറുള്ള കേസ് ഇഷ്ടംപോലെ ഉണ്ട്. അവർക്ക് അതാണ് ഇതൊക്കെ റീൽസ് ഒക്കെ കാണുന്ന ആളുകൾ. അതായത് അവനവന്റെ പ്രായത്തില് ഉള്ള ഒരാൾക്കാരെ എങ്ങനെ, ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ഒറ്റയ്ക്കാണ്, എനിക്ക് ഒരു ഇതുമില്ല, പക്ഷെ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ വളരെ സന്തോഷമായിട്ട് ഒരു ആൾക്കാർ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ചിന്ത അങ്ങനെ പോകും. തീർച്ചയായിട്ടും അങ്ങനെ പോകും. നമുക്ക് കണ്ടാലറിയാം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ പേജ് കണ്ടാലറിയാം. അവിടെ മഞ്ജു വാര്യരുണ്ട്, മോഹൻലാലുണ്ട്, അവിടെ ദിലീപുണ്ട്, കുഞ്ഞിക്കുരൻ ദിലീപുണ്ട്, പിന്നെ നമ്മുടെ ശോഭനയുണ്ട്, കാർത്തുമ്പി. അവിടെ ഓരോ അമ്മമാരുടെ അഭിനയം കണ്ടാല് ചെറുപ്പക്കാരായ നമുക്ക് പോലും അത്രയും കറക്റ്റ് ആയിട്ട് ലിപ്പൊക്കെ സിങ്ക് ചെയ്ത് അറിയത്തില്ല. പിന്നെ ഇവരെ ഡാൻസ് പഠിപ്പിക്കുന്നതും എല്ലാം ചെയ്യുന്നത് ചേച്ചിയാണ് ആശ ചേച്ചിയാണ്. നമുക്ക് സ്നേഹക്കൂട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ആശ ചേച്ചിയെ നമുക്ക് പരിചയപ്പെടാം. ചേച്ചിയാണ് അവിടുത്തെ എല്ലാവരുടെയും കോറിയോഗ്രാഫർ എന്ന് വേണം ചേച്ചി. അതെ, ഞങ്ങൾ രണ്ടുപേരും, ഞാനും ചേച്ചിയും കൂടെയാണ് അവരെ ഡാൻസ് പഠിപ്പിക്കുന്നത്, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് ഒക്കെ. ഇത് എങ്ങനെ യൂട്യൂബിൽ നോക്കി പഠിപ്പിക്കോ? ആ, യൂട്യൂബിൽ നോക്കിയിട്ട് ഞങ്ങൾ ഓരോ സ്റ്റെപ്പുകളൊക്കെ വീഡിയോ കണ്ടിട്ട് എടുത്ത് പഠിപ്പിക്കുന്നത്. അവരൊക്കെ പെട്ടെന്ന് പഠിച്ചു, വേഗം പഠിക്കുന്നു. ആദ്യം പഠിപ്പിക്കാനൊക്കെ നമുക്ക് കുറച്ച് പാടുണ്ടായിരുന്നു, ഓരോ ഡാൻസിനും ഓരോ സ്റ്റെപ്പുകൾ ഓർത്തിരിക്കാനൊക്കെ ഇച്ചിരി പാടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ അവര് സ്പീഡായിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ 2.5 വർഷമായിട്ട് ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നുണ്ട്. ശാരീരികവും മാനസികമായിട്ടുള്ള വളരെ വലിയൊരു ഇതാണ്. എപ്പോഴും അടിഞ്ഞു മൂടി അല്ലെങ്കിൽ ഒരു റൂമിന്റെ അകത്ത് കുറച്ച് മരുന്നും കഴിച്ചിരിക്കുന്നതിന് പകരം അവര് ചിത്രശലഭങ്ങളെ പോലെ പറന്നു പോവാണ്. ശരിക്കും സ്നേഹക്കൂടെന്നുള്ള പേര് എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെയെല്ലാം ചേച്ചി അവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അച്ഛനമ്മമാരുടെ മുഖത്തെ ചിരി കണ്ടാൽ നമുക്കറിയാം. നമ്മളൊരാള് ചെല്ലുവാണെങ്കിൽ എന്റെ മോളാന്നാണ് പറയുന്നത്, മോളെന്നല്ലാതെ വേറെ ആരും അവിടെ ചേച്ചീനെ അങ്ങത്രയും സ്നേഹം, ചിലപ്പോൾ സ്വന്തം മക്കളെക്കാളും ഉപരി അവര് തീർച്ചയായിട്ടും കേട്ടോ, അവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം വളരെ വലുതാണ് കേട്ടോ. അവരുടെ മക്കളെ സ്നേഹിക്കുന്നേക്കാൾ കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. അതിനകത്തൊരു പ്രശ്നം, ഇപ്പം നമ്മൾ ചെല്ലുമ്പം ഒരാളെ ഒന്ന് കെട്ടിപ്പിടിച്ചു, അടുത്തയാളെ കെട്ടിപ്പിടിച്ചില്ലേ പിണങ്ങി മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ എല്ലാവരെയും കൂടെ ഒരുപോലെ ചേർത്ത് പിടിക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടാകണം. എത്ര തിരക്കാണേലും പോകുന്ന വഴി കാണുന്ന ഒരാളെ കെട്ടിപ്പിടിക്കാൻ യാതൊരു രീതിയിൽ എനിക്ക് നിവർത്തിയില്ല. എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ട ഒരു സാഹചര്യം. ചേട്ടന്റെ സപ്പോർട്ട് വളരെ വലുതാണ്. ചേട്ടൻ എന്റെ എല്ലാ ചേട്ടൻ ഒരു പട്ടാളക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹം ഭയങ്കര ഒരു സപ്പോർട്ടാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഏതൊരു സ്ത്രീയുടെ വിജയത്തിന് മുന്നിലും ഒക്കെ ഒരു പുരുഷനുണ്ടെന്ന് പറഞ്ഞാല് എന്റെ വിജയത്തിന് പിന്നിൽ തീർച്ചയായിട്ടും എന്റെ ഭർത്താവിന്റെ സപ്പോർട്ടുണ്ട്. അനുരാജ് എന്നാണ് പേര്. അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ്. നല്ലൊരു സപ്പോർട്ടാണ്, നിൽക്കുന്നു, സ്നേഹക്കൂട്ടിലുണ്ട്. അതുപോലെ തന്നെ എന്റെ ചേച്ചി ആശ ചേച്ചിയും എന്റെ ചേട്ടനും ആണ് എന്റെ ഇടവും വലവുമായിട്ട് നിന്നിട്ട് എന്റെ പ്രവർത്തനങ്ങൾക്ക് എനിക്ക് ഊർജവും കരുത്തും ഒക്കെ നൽകുന്നത്. കുറെ അവാർഡുകൾ. അതെ, ഇനിയിപ്പം ഷെൽഫ് വേറെ പണിയേണ്ടി വരും. സ്നേഹക്കൂടിന്റെ ഫ്രണ്ട് ഓഫീസ് കണ്ട നമുക്കും അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഒരു ഭിത്തിയുടെ 2 വശം ഉണ്ട്. ചേച്ചിയുടെ അവാർഡുകൾ കൊണ്ട് ഇങ്ങനെ നിറയെ അവാർഡുകളാണ്. അത്രയും അവാർഡിലോ അതിന്റെ ഇതിലോ അല്ല, നമ്മുടെ പ്രവർത്തനത്തിൽ വേണം എന്നും ചേച്ചി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അതാണ് ചേച്ചി എന്താണ് എന്നുള്ളത്. നമുക്ക് ഒരു വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കുറച്ചു നേരത്തെ ഒരു ഇത് കൊണ്ടോ ഒന്നും നമുക്ക് ഒരിക്കലും അത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതാണ്
ചേച്ചി. അപ്പം നമുക്ക് ഈ സ്നേഹക്കൂടിലെ അതെ, നമുക്ക് വിശേഷങ്ങൾ ഞങ്ങള് സ്നേഹക്കൂടിലോട്ട് നമുക്ക് പോയി അവിടുത്തെ അമ്മമാരെയും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് കണ്ടറിയാം. അവരുടെ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, അതെ, തിരുവാതിരയുണ്ട്. അവിടുത്തെ അച്ഛനും അമ്മമാരെയും കാണാം, മഞ്ജു വാര്യരെയും താരങ്ങളെയൊക്കെ നമുക്ക് കാണാം, ദിലീപിനെയും ഒക്കെ നമുക്ക് കാണണം. അപ്പം നമുക്ക് പയ്യെ സ്നേഹക്കൂട്ടിലേക്ക് നമുക്ക് പോകാം.